ലേണിംഗ് ഹബ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നമുക്ക് ഇതിനകത്ത് മൊത്തത്തിൽ 5 യൂണിറ്റ് ആണുള്ളത്. അതിനകത്ത് ഒന്നാമത്തെ യൂണിറ്റിൽ ഒരു 3 ചാപ്റ്റേഴ്സ്, പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സ്, മൂന്നാമത്തെ യൂണിറ്റിലും 2 ചാപ്റ്റേഴ്സ്, പിന്നെ നാലാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ്, അഞ്ചാമത്തെ യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സ്. മൊത്തത്തിൽ നമുക്ക് 12 ചാപ്റ്റേഴ്സാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അതിനകത്ത് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരെന്ന് വെച്ചാൽ GAM-G ഭർ എന്നാണ്. ഓക്കെ, GAM-G ഭർ എന്ന് വെച്ചാൽ എന്താ? മനസ്സ് ആസ്വദിച്ച് ജീവിക്കൂ എന്നാണ് ഇതിന്റെ അർത്ഥം. അതിനകത്ത് നമുക്കൊരു കബീർദാസിന്റെ ഒരു 2 ലൈൻ ദോഹ തന്നിട്ടുണ്ട്. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്, അപ്പം അതൊന്ന് കണ്ടോളൂ. ഓക്കെ, പിന്നെ നമ്മളെ ചാപ്റ്ററിന്റെ പേരെന്ന് വെച്ചാൽ ചട്പട്ട് ഔർ നട്ഖഡ് എന്നാണ്. ഇത് ആരാ എഴുതിയത്? രമേശ് ഉപാധ്യായ ആണ് എഴുതിയത്. അപ്പൊ ഇതൊരു കഹാനിയാണ്. ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം നമുക്ക്. എന്താണ് പേര് തന്നിട്ട് ചാപ്റ്ററിന്റെ നെയിം തരും, ചട്പട്ട് ഔർ നട്ഖഡ് കിസ് വിധാ കി രചന ഹെ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കിസ് പ്രോക്തി എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക കഹാനി എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് ഇത്? ഒരു 2 കുട്ടികളുടെ ഒരു കഥയാണ്. ഒരാളുടെ പേര് ചട്പട് എന്നും ഒരാളുടെ പേര് നട്കഡ് എന്നുമാണ്. ഇതൊരു വീട്ടിലെ 2 കുട്ടികളാണ്, ബ്രദേഴ്സ് ആണ്. ചട്പടിന്റെ ഇത് പേരാണ് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്, പക്ഷെ ചട്പടിന് ഒരു അർത്ഥമുണ്ട്, വേഗത്തിൽ എന്നാണ് ചട്പട്. നട്കഡ് എന്ന് വെച്ചാൽ കുസൃതി. അപ്പൊ ഇവരുടെ പേരിൽ തന്നെ ഉണ്ട് അവരുടെ സ്വഭാവവും. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരും തന്നെയാണ്, ചട്പടും നട്കഡും തന്നെയാണ്. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ പാരഗ്രാഫ് നോക്കിക്കേ. ഏക് ഥാ ചട്പട് ഏക് ഥാ നട്കഡ്. അതായത് ഒരാളുടെ പേര് ചട്പട് എന്നും ഒരാളുടെ പേര് നട്കഡ് എന്നുമാണ്. ചട്പട് ബെഡാദ, മൂത്തയാളുടെ പേരെന്താ? ചട്പട് എന്നും. നട്കഡ് ചോട്ട, ഇളയാളുടെ പേര് നട്കഡ് എന്നുമാണ്. ബെഡ കേവൽ 2 സാൽ ബെഡാ ഥാ, ചോട്ട കേവൽ 2 സാൽ ചോട്ട. അതായത് ബെഡ മീൻസ് ചട്പട് അല്ലെ. ചട്പട് ഇളയ ആളിനേക്കാളും 2 വയസ്സ് കൂടുതലും. അപ്പൊ 2 വയസ്സ് കുറവ് ആരുമായിരിക്കും? ചട്പടിനേക്കാളും 2 വയസ്സ് കുറവ് നട്കഡുമാണ്. അത് സ്വാഭാവികം അല്ലെ. ചട്പട് നട്കഡിനേക്കാളും 2 വയസ്സ് കൂടുതലാണെങ്കിൽ ഓഫ് കോഴ്സ് നട്കഡ് ചട്പടിനേക്കാളും 2 വയസ്സ് കുറവായിരിക്കും അല്ലെ. അപ്പോ നോക്കി, ദോനോ സ്കൂൾ മേ പഠ്തേ, രണ്ടാളും എന്താണ്? സ്കൂളിൽ പഠിക്കുന്നവരായിരുന്നു. ചട്പട് 5വീ മേ, നട്കഡ് തീസരി മേ. അപ്പൊ ചട്പട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലും. നട്കഡ് തീസരി മേ, പാഞ്ച്വീം എന്ന് വെച്ചാല് 5ാം ക്ലാസ്സിലും, നട്കഡ് തീസരി മേ 3ാം ക്ലാസ്സിലുമാണ് നട്കഡ് പഠിക്കുന്നത്. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस कर आते. അതായത് വീട്ടിൽ നിന്നും ദോനോം ഭായ് 2 സഹോദരങ്ങളും സാത്ത് സാത്ത് സ്കൂൾ ജാത്തെ, ഒരുമിച്ചാണ് അവർ സ്കൂളിൽ പോകുന്നതും. അവർ സാത്ത് സാത്ത് ഹി വാപ്പസ് ഘർ ആത്തെ, 2 പേരും ഒരുമിച്ച് സ്കൂളിൽ പോവുകയും അതുപോലെ തിരിച്ചു വരുന്നതും ഒരുമിച്ച് തന്നെയാണ്. ഓക്കെ, ഈ ഒരു പാരഗ്രാഫ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് പാരഗ്രാഫ്. വേ ഏക് ഗാവ് മേ രഹത്തെ ഥേ. അതായത് ഇവർ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഗാവ് മീൻസ് ഗ്രാമം. ഇതിന്റെ എല്ലാ മീനിങ്സും ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ആ ഷോർട്ട് വീഡിയോയുടെ ഒന്ന് കണ്ടോളൂ. ഓക്കെ, സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി. ഇവര് പഠിക്കുന്ന സ്കൂള് അവരുടെ ഗ്രാമത്തിലല്ല. ദൂർ ദൂസരെ ഗാവ് മേ ഥ. ഒരുപാട് ദൂരത്ത് വേറൊരു ഗ്രാമത്തിലാണ് ഇവര് പഠിക്കുന്ന സ്കൂൾ ഉള്ളത്. വഹാ തക് പൈദൽ ജാനാ പഡ്താ ഥാ അവർ പൈദൽ ഹി വാപ്പസ് ആനാ പഡ്താ ഥാ. അപ്പൊ ആ സ്കൂളില് അവരങ്ങോട്ടും നടന്നു തന്നെയാണ് പോകുന്നത്, തിരിച്ചും നടന്നു തന്നെയാണ് വരുന്നത്. ചിലപ്പോൾ വണ്ടി സൗകര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പം എന്താണ്, ഓഫ് കോഴ്സ് നമുക്ക് നടന്നു പോവേണ്ടി വരും അല്ലെ. ജാത്തേ സമയ് രാസ്തേ മേ ഉനേ കൈ ചീസേ മിൽത്തി ഥി. അപ്പൊ നമ്മള് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും അല്ലേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ ആ കുട്ടികൾക്കും പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനും അത് ആസ്വദിക്കാനും കഴിഞ്ഞിരുന്നു. എന്തൊക്കെയാ അവരവിടെ കണ്ടിരുന്നെന്നാണ് ഇനി പറയാൻ പോകുന്നത്. പോഖർ, പോഖർ എന്ന് വെച്ചാൽ എന്താ? കുളം, കുളം കാണാൻ കഴിഞ്ഞിരുന്നു. ബർഗദ്, ബർഗദ് എന്താ? ആൽമരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ അവർ കണ്ടു എന്താ, ഖേത്ത്. ഖേത്ത് മീൻസ് വയല്. അപ്പൊ ഇവര് പോകുന്ന വഴിക്ക് കുളമുണ്ടായിരുന്നു, ആൽമരം ഉണ്ടായിരുന്നു, വയലുണ്ടായിരുന്നു, പിന്നെന്താ ഉണ്ടായിരുന്നേ, ബാഗ്. ബാഗ് മീൻസ് തോട്ടം, ഗാർഡൻസ് അല്ലേ. ചിലപ്പം മാംഗോ ഗാർഡൻ ആയിരിക്കാം, മാംഗോന്റെ തോട്ടമായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ബനാന തോട്ടമായിരിക്കാം. അങ്ങനെ കുറേ തോട്ടങ്ങൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ നാല. നാല എന്താ, തോട് അല്ലെ. തോട്, ചെറിയ ചെറിയ തോടുകൾ കാണാൻ കഴിഞ്ഞു. ഔർ നദി, ആ നദിയും കാണാൻ കഴിഞ്ഞു. പിന്നെ എന്താണ്, വാപ്പസ് ആനെ പർ ഭി രാസ്തേ മേ ഉനെ കൈ ചീസേ മിൽത്തി തി. തിരിച്ചു വരുന്ന സമയത്തും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി അല്ലെ. നമ്മളിപ്പോ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്താണ് അവർ ആദ്യം കാണുന്നത്, പോക്കർ, അതായത് കുളം, ബർഗദ് ആൽമരം, പിന്നെ വയല് കാണും, പിന്നെ എന്താണ്, തോട്ടങ്ങൾ കാണുന്നുണ്ട്, പിന്നെ നദി കാണുന്നുണ്ട്. പക്ഷെ തിരിച്ചു വരുമ്പോഴെന്താ ആദ്യം കാണുന്നത്, പോഖർ, കുളമാണോ ആദ്യം കാണുന്നത്? അല്ല, തിരിച്ചു വരുമ്പോ ആദ്യം അവർ കാണുന്നത് നദി അല്ലെ. ഓഫ് കോഴ്സ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന സാധനങ്ങളല്ലല്ലോ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആദ്യം കാണുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ അവസാനം കണ്ടത് എന്തായിരിക്കും, അതാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആദ്യം കാണുന്നത് അല്ലെ. അപ്പൊ അവര് തിരിച്ചു വരുന്ന സമയത്ത് നദി കണ്ടു, പിന്നെ നാല, നാല തോട് കണ്ടു, ബാഗ് തോട്ടങ്ങൾ കണ്ടു, പിന്നെ ഖേത്ത് വയല്, ബർഗദ് കുളം, ആൽമരം, പിന്നെ അവർ പോഖർ കുളം, ഇതെല്ലാം കണ്ടിട്ട് തന്നെയാണ് അവർ തിരിച്ചും വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ചട്പട്ട് തേസ് തേസ് ചൽത്താ ഥ. അതായത് ചട്പട്ട് എന്താണ്, അവന്റെ പേരിൽ തന്നെയുണ്ട്, വേഗത്തിൽ മിന്നലിൽ പോവും. ഓക്കെ, അവൻ എന്താണ്, ചട്പട്ട്, പെട്ടെന്ന് അവൻ നടന്നു പോകുന്ന പ്രകൃതിക്കാരനായിരുന്നു. നട്കട്ട് ധീരെ ധീരെ. നട്കട്ട് ആണെങ്കിലോ ഭയങ്കര കുസൃതി, അവൻ മെല്ലെ മെല്ലെ നടന്നു പോവുള്ളൂ. झटपट बर्गर तक पहुंच जाता, तब तक नटकर भोकर तक ही पहुंचा होता. അപ്പൊ ചട്പട് ബർഗദ് തക്ക്, അതായത് ചട്പട് നടന്ന് ഇപ്പൊ കുളവും ബർഗദ് പിന്നെ എന്താണ് ആൽമരം ഒക്കെ നടന്ന്, ആൽമരത്തിന്റെ കുളം കുളം കഴിഞ്ഞു, പിന്നെ അടുത്ത ആൽമരത്തിന്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മളെ നട്കട് എവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ, ആ തബ് തക് നട്കട് പോക്കർ തക് ഹി പഹുഞ്ചാ ജാത്ത. ആ കുളത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ടാവേ ഉള്ളൂ. झटपट बाग तक पहुंच जाता, तब तक नटखट खेत तक ही पहुंचा होता. എന്താണ്, പിന്നെ അടുത്ത ചട്പട്ട് വീണ്ടും നടന്ന് നടന്ന് എവിടെ എത്തും, ഖേത്ത് വയലിന്റെ അടുത്തും, സോറി, ചട്പട്ട് ബാഗ് തക് പഹുഞ്ച് ജാത്ത, ആ തോട്ടത്തിന്റെ അവിടെ നടന്നെത്തുമ്പോഴത്തേക്ക് നമ്മൾ നട്കട് എവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ, ഖേത്ത്, ആ വയലിനടുത്ത് എത്തിയിട്ടുണ്ടാവേ ഉള്ളൂ. പിന്നെന്താ, ചട്പട്ട് നദീ തക് പഹുഞ്ച് ജാത്ത. ആ ചട്പട് നദീന്റെ അടുത്ത് നടന്നെത്തുമ്പോഴും നമ്മളെ നട്കട് എവിടെ എത്തിയിട്ടുണ്ടാവും, തബ് തക് നട്കട് നാലേ തക് പഹുഞ്ച ഹോത്ത. തബ് തക് എന്താണ്, അപ്പോൾ നമ്മളെ നട്കട് നാല എന്താ, തോടിനടുത്ത് തോടിന്റെ അതുവരെ മാത്രമേ നടന്നെത്തിയിട്ടുണ്ടാവുള്ളൂ. മാ കി ഹിദായത് थी कि चटपट को छोटे भाई का ध्यान रखना है. ഹിദായത്ത്, ഹിദായത്ത് എന്ന് വെച്ചാൽ എന്താ, ഉപദേശം. മാക്കി ഹിദായത് ഥി കി, അതായത് അമ്മയുടെ ഒരു ഉപദേശം ചട്പടിനുണ്ടായിരുന്നു. എന്താണ് ആ ഉപദേശം, ചട്പട് കോ ചോട്ടേ ഭായ് കാ ധ്യാൻ രഖ്നാ ഹെ. ആ അപ്പൊ അമ്മ ചട്പടിന് കൊടുത്ത ഉപദേശം ഇതായിരുന്നു, ആ ചെറിയ ഇളയ സഹോദരനെ ധ്യാൻ രഖ്ന, ശ്രദ്ധിക്കണം എന്നുള്ളതായിരുന്നു അമ്മയുടെ ഒരു ഉപദേശം. നട്കട്ട് കോ അപ്നെ സാഥ് ഹി രഖ്നാ ഹെ. ആ നട്കട്ടിനെ എപ്പോഴും കൂടെ തന്നെ കൂട്ടിക്കൊണ്ടു പോകണം, ഒപ്പം തന്നെ വെക്കണം എന്നുള്ളതായിരുന്നു അമ്മയുടെ ഒരു ഉപദേശം. നമ്മൾ അങ്ങനെയാണല്ലേ, നമ്മള് മൂത്ത കുട്ടീന്റെ കൂടെ ഇളയ കുട്ടിയെ വിടുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നേ പറഞ്ഞു വിടും അല്ലേ, മക്കളെ മോനെ കൂടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മോളെ കൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞല്ലേ നമ്മൾ വിടുന്നത്. അതുപോലെ അമ്മയുടെ ഉപദേശം ചട്പടിനുണ്ടായിരുന്നു. इसलिए चटपट को आगे निकल जाने पर पीछे മുഡ്കർ ദേഖ്ന പഡ്ത. അതായത് അമ്മയുടെ ആ ഉപദേശം കൊണ്ട് ചട്പടിന് എന്താണ്, ആകെ നികൽ ജാനേപ്പർ, മുന്നോട്ട് പോകുന്ന സമയത്ത്, കുറച്ച് മുന്നോട്ടാണല്ലോ ഇവൻ നടന്നെത്തുന്നത്, ഇവൻ ഒരുപാട് ബേക്കിലും ആണല്ലോ നട്കട് ഉള്ളത്. അപ്പൊ കുറച്ച് മുന്നോട്ട് നടക്കുന്ന സമയത്ത് പിറകിലോട്ട് നോക്കേണ്ടതായിട്ടുണ്ട്, ഇവൻ കൂടെ ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട്. उन्हें नटखट को पुकार कर जल्दी चलने के लिए कहना पड़ता. ആ
തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇവൻ ഒരുപാട് ബേക്കിലായിരിക്കും. അപ്പൊ ഇവൻ ഒച്ചത്തിൽ വിളിച്ചു പറയും. എന്താണ് ഒച്ചത്തിൽ ഇങ്ങനെ വിളിക്കും, പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നെഡ്ഗഡ് പെട്ടെന്ന് വാ, പെട്ടെന്ന് സ്കൂളിലെത്തണം എന്നുള്ള ആ ഒരു ഇതിൽ പെട്ടെന്ന് ഒച്ചത്തിൽ വിളിച്ചുകൊണ്ടേയിരിക്കും. ബാർ ബാർ റുക്കർ നട്കർ കാ ഇന്തസാർ കർണ പടുത്ത. ഇങ്ങനെ പോയിട്ട് എന്താ വീണ്ടും വീണ്ടും നിന്നിട്ട് നട്കഡിനെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് ആർക്കുണ്ട്? ചട്പടിനുണ്ട്. कभी स्कूल जाने के लिए देरी होती देख नटखट का हाथ पकड़कर अपने साथ दौड़ाना भी पड़ता. അപ്പൊ എന്താണ്, ഇപ്പൊ ഇവൻ ഇങ്ങനെ പിറകെ മെല്ലെ മെല്ലെ വന്നു കഴിഞ്ഞാൽ സ്കൂളിലെത്താൻ എന്താവും? ലേറ്റ് ആവും. അപ്പൊ അല്ലേ? അപ്പൊ സ്കൂളിൽ ലേറ്റായി എത്തിക്കഴിഞ്ഞാൽ ടീച്ചറിന്റെ നിന്ന് വഴക്ക് കേൾക്കും, പിന്നെ അടി കിട്ടും. അപ്പൊ എന്താ ചട്പടി ചെയ്യാം? ആ അങ്ങനെ ലേറ്റായി പോകും എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് നട്കഡിന്റെ കൈ പിടിച്ചിട്ട് നമ്മളെ ചട്പട് ഓടിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ ഓടാൻ ശ്രമിക്കും. ഓക്കെ, കൈപിടിച്ച് ഇങ്ങനെ തന്റെ കൂടെ ഓടിക്കേണ്ടി വരും. ചട്പട്ട് പരേഷാൻ ഹോ ജാത്ത ഔർ ഖർ ലൗട്ട് കർ മാസെ ശിക്കായത് കർത്ത. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇവനിങ്ങനെ നിന്ന് വിഷമിച്ച് വിഷമിച്ച് എന്താ, നട്കഡിനെ കൊണ്ടേ പോവാൻ പാടുള്ളൂ എന്നാണല്ലോ നമ്മുടെ അമ്മയുടെ ഒരു ഉപദേശം. അപ്പൊ ഇവനിങ്ങനെ ചട്പട്ട് പരേഷാൻ ഹോ ജാത്ത, ഇവനിങ്ങനെ ഒരുപാട് വിഷമിച്ചിട്ട് അവർ ഖർ ലൗട്ട് കർ മാസെ ശിക്കായത് കർത്ത, വീട്ടിലെത്തിയതിന് ശേഷം അമ്മയോട് ഇങ്ങനെ പരാതി പറയും. ഓക്കെ, ഷിക്കായത്ത് മീൻസ് പരാതി പറയും. മാ ചോട്ടാ ബഹുത് പരേഷാൻ കർത്ത. ചോട്ടാന്ന് വെച്ചാൽ നട്കഡിനെ വിളിക്കുന്ന, വീട്ടിലെല്ലാരും ചോട്ടാന്നായിരിക്കും വിളിക്കുന്നത്. അപ്പം മാ, അമ്മയെ ചോട്ടാ ബഹുത് പരേഷാൻ കർത്ത, ഇവൻ എന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ അമ്മ എന്താ പറയാ? ചോട്ടാ ഹേനാ, കൊച്ചു കുട്ടിയല്ലേ അവൻ. മാ മുസ്കരാ ദേത്തി, അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചോട്ടാ ഹേനാ അവർ ബെഡേക്കോ തോ ചോട്ടേക്കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹേ. അപ്പൊ അമ്മ പറയുന്നത് എന്താ അവിടെ? ആ മുതിർന്നവരല്ലേ ഇളയ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞ് അമ്മ അതിനെ ചിരിച്ച് കളയും. അപ്പൊ ഇതിന്റെ മീനിങ്സ് എല്ലാം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്, അതൊന്ന് കണ്ടോളൂ. ഓക്കെ.